ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഒരു സമയം കൂടി വലിയനായിരിക്കും ദൈവം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. സുവിശേഷം എന്നാൽ എന്ത് എന്ന തലക്കെട്ടിൽ 10 എപ്പിസോഡ് ഇതിനോടകം ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നിത് 11ാമത്തെ എപ്പിസോഡാണ്. സുവിശേഷം എന്നാൽ എന്ത്, അതിൻ്റെ മഹാത്മ്യത എന്ത് എന്നും മറ്റും വളരെ വിശദമായിട്ട് കഴിഞ്ഞ 10 എപ്പിസോഡായിട്ട് ചിന്തിച്ചു. എന്നാൽ ഇന്ന് ആ സുവിശേഷത്തിന് ഒരു മറുവശമുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ തലക്കെട്ടിൻ്റെ അവസാന എപ്പിസോഡായിരിക്കും. പ്രത്യേകാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ സന്ദേശത്തിന് മുമ്പാകെ അല്പസമയം വേർതിരിച്ച് അല്പസമയം ഈ സന്ദേശം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ ചിന്തിച്ചത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിനേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു, അതാണ് സുവിശേഷം എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു. മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ജനനം പോലെ അതിന് തുല്യമായിട്ട് ആരും തന്നെ ജനിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം പോലെ ആരും ജീവിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ മരണം പോലെ ആരും മരിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ അടക്കം പോലെ ആരെയും അടക്കിയിട്ടില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നത് പോലെ ആരും ഉയർത്തെഴുന്നിട്ടില്ല. അതുപോലെ തന്നെ താൻ സ്വർഗാരോഹണം ചെയ്തു. അതുപോലെ തന്നെ തൻ്റെ എല്ലാ ജീവിത തലത്തിലും നാം നോക്കുമ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്യുവാൻ തക്കവണ്ണം, താരതമ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ഇതുവരെ ആരും ജനിച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായിട്ട് ഞാൻ ചിന്തിക്കുകയുണ്ടായി. ഈ യേശു ക്രിസ്തു, ഈ സുവിശേഷത്തിൽ അതിലെ പാപമോചനമുണ്ട്, അതാ രക്ഷയുണ്ട്. ഈ സുവിശേഷത്തിന് സമാധാനം തരുന്ന സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൽ മാനസാന്തരം തന്ന സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൽ പ്രത്യാശയുണ്ട്. ഈ സുവിശേഷത്തിൽ സൗഖ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ 10 എപ്പിസോഡുകളായിട്ട് ചിന്തിച്ചു. എന്നാൽ ഇതിൻ്റെ മറുവശമാണ് ഇന്ന് ഞാൻ ചിന്തിക്കാതെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഈ സുവിശേഷത്തിന് ഒരു മറുവശമുണ്ട്. ഈ സുവിശേഷം ശ്രദ്ധിച്ചില്ല എങ്കിൽ, ഈ സുവിശേഷത്തെ അവഗണിക്കുന്നു എങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഒരു വേദഭാഗം ആദ്യമായിട്ട് വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. എൻ്റെ സുവിശേഷപ്രകാരം ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കും. ഒരു ന്യായം വിധിക്കുന്ന ഒരു ദൈവം, അത് ഏതിന് പ്രകാരമാണ്? അതിൻ്റെ വ്യവസ്ഥ എന്താണ്? സുവിശേഷപ്രകാരം. അതെ, ദൈവവചനം. അതെ, ഞങ്ങൾ തെരുവീതികളിലും തെരുക്കോണിലും ചന്തക്കവലകളിലൊക്കെ നിന്നുകൊണ്ട് ഘോഷിക്കുന്ന സുവിശേഷമുണ്ടല്ലോ, ആ സുവിശേഷപ്രകാരം ന്യായം വിധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ന്യായം വിധിക്കുന്നത്? സുവിശേഷം എന്ന യേശു ക്രിസ്തു ആണ് ഈ ന്യായം വിധിക്കുന്നത്. അല്ല, ആരെയാണ് ന്യായം വിധിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ആരെയാണ് ന്യായം വിധിക്കുന്നത്? ഈ സുവിശേഷപ്രകാരമാണ് ന്യായം വിധിക്കുന്നത്. ഇതിൻ്റെ വ്യവസ്ഥ സുവിശേഷമാണ്, അതായത് ദൈവവചനമാണ്. അതുപോലെ തന്നെ ഈ ന്യായം വിധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആരെയാണോ ഞങ്ങൾ ഘോഷിക്കുന്നത്, ആ കർത്താവായ യേശു ക്രിസ്തു ഒരു ദിവസം ന്യായം വിധിക്കും. ദൈവവ്യവസ്ഥ അനുസരിച്ച്, ദൈവത്തിലെ നിയമങ്ങളനുസരിച്ച് സുവിശേഷപ്രകാരം ന്യായം വിധിക്കും. അപ്പം ആരെയാണ് ന്യായം വിധിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിലേക്ക് ഞാൻ ഒന്ന് വായിക്കട്ടെ. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നതിനുണ്ട്. നോക്കുക, എൻ്റെ വചനം കൈക്കൊള്ളാതെ. ഇന്ന് അനേകരും ദൈവവചനം കൈക്കൊള്ളുന്നില്ല. ഞങ്ങൾ സുവിശേഷമായിട്ട് കടന്നു വരുമ്പോൾ ഞങ്ങളെ ആട്ടി ഓടിക്കുന്ന, ഞങ്ങൾക്കെതിരെ പല ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓടിക്കുന്നതായിരിക്കുന്ന അനേകരിന്നുണ്ട്. എന്നാൽ കേൾക്കുക പ്രിയരെ, അങ്ങനെയുള്ളവരോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. എൻ്റെ വചനം കൈക്കൊള്ളാതെയും എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നതിനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ
ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഞങ്ങളെ വചനം കേൾക്കുന്നില്ല, ഞങ്ങളുടെ വചനത്തെ നിങ്ങൾ തിരസ്കരിക്കുന്നു, യേശു ക്രിസ്തുവിനെ വേണ്ട എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെ വചനം സ്വീകരിക്കാത്തവരെ ഒരു ദിവസം ന്യായം വിധിക്കും എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വേറൊരു ഭാഗം കൊണ്ട് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ആർക്കാണ് ന്യായവിധി? ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ അർത്ഥാത് കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രിയരെ, ഈ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നത്. ഈ സുവിശേഷം എന്തിനാണ് ഞങ്ങൾ ഘോഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം 22-ാം വാക്യത്തിൽ ന്യായവിധി നടത്തുന്നത് പുത്രൻ യേശു ക്രിസ്തുവാണ്. പ്രിയരെ, ഞാനൊരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം. ഇന്ന് നീ ഈ സുവിശേഷമാകുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുന്നുവെങ്കിൽ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയും. തീരുമാനം നിങ്ങൾക്കുള്ളതാണ്. സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവരും യേശു ക്രിസ്തു വിശ്വസിക്കണം, എല്ലാവരും സുവിശേഷത്തെ അംഗീകരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുവിശേഷം എന്നാൽ എന്ത് എന്നുള്ളതായിരിക്കുന്ന എപ്പിസോഡിന് ഞാനിവിടെ അവസാനം കുറിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നിങ്ങളേവരെയും കർത്തൃ സന്നിധിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ഈ യേശു ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഈ യേശു ക്രിസ്തുവിനെ അവഗണിക്കുന്നുവെങ്കിൽ, ഈ സുവിശേഷത്തെ വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ, ഈ സുവിശേഷത്തെ എതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഇതാ ഒരു സമയം നിങ്ങൾക്ക് ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം. മരണം ഏത് സമയത്തും നിങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരാം. മരണം വന്നു കഴിഞ്ഞാൽ അവൻ വെറും കൈയോട് തിരികെ പോവുകയില്ല, എന്നെയോ നിന്നെയും കൊണ്ടേ പോവുകയുള്ളൂ. എന്നാൽ ഇന്ന് സമയം ദൈവം നിനക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ തീരുമാനമെടുക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ തീരുമാനമെടുക്കുമോ? ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനായി, നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ അംഗീകരിക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് താണഭൂമിയിലേക്ക് കടന്നു വന്ന് താൻ മരിച്ചത് എൻ്റെയും നിൻ്റെയും പാപത്തിന് ശിക്ഷയുമായി വേണ്ടിയായിരുന്നു. നാം കേൾക്കേണ്ടതാരെയും ശിക്ഷ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പാപമില്ലാത്തവൻ, പാപം എന്നറിയാത്തവൻ, കാൽവരി എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി മരിച്ചു. ഈ വസ്തുതയെ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. ആ ന്യായവിധിയിൽ നിന്ന് എന്നേക്കുമുള്ള ഒരു ഒഴിവ് നിനക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.